പരുന്തുംപാറയിലെ കയ്യേറ്റം സംബന്ധിച്ച് ഒന്ന്, അവിടെ അനധികൃതമായ കയ്യേറ്റം നടന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും പൂർണ്ണമായും അവിടെ നിന്ന് ഒഴിവാക്കണമെന്ന് തന്നെയാണ് CPM-ൻ്റെ അഭിപ്രായം. ഈ കാര്യത്തിൽ CPM-ൻ്റെ നിലപാട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ പുതിയതായി ഒരു കയ്യേറ്റത്തെയും CPM പ്രോത്സാഹിപ്പിക്കുകയോ അതിനെ പിന്തുണയ്ക്കുകയോ ചെയ്യുന്ന പ്രശ്നമില്ല. എന്നാൽ കയ്യേറ്റത്തിൻ്റെ പേര് പറഞ്ഞ് പതിറ്റാണ്ടുകളായി താമസിക്കുന്ന കൃഷിക്കാരെ സംരക്ഷിക്കുകയും വേണം. ഞാൻ മനസ്സിലാക്കുന്നത് പരുന്തുംപാറയിൽ സർക്കാർ ഭൂമി കയ്യേറിയത് സംബന്ധിച്ച് ഗവൺമെൻറ് നിശ്ചയിച്ചനുസരിച്ച് H. ദിനേശനും ബഹുമാനപ്പെട്ട H. ദിനേശൻ മുൻ ജില്ലാ കളക്ടറും അതുപോലെ തന്നെ കെ സേതുരാമനെ സംബന്ധിച്ചൊരു കമ്മീഷൻ വെക്കുകയും അന്വേഷണം നടത്തിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ചില നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലിപ്പം പരുന്തുംപാറ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? അവിടെ നിന്ന് കൃഷിക്കാരൻ ലോൺ എടുത്ത് നിജസ്ഥിതി സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് ഈ 8 ദിവസം അടുത്ത ദിവസം കയറിത്താമസത്തിന് വേണ്ടി വെക്കുന്ന നിലപാട് സ്വീകരിച്ചുള്ള കൃഷിക്കാരനെ അവിടെ നിന്ന് കുടിയിറക്കാൻ വേണ്ടിയുള്ള നീക്കം നടത്തിയിരുന്നു. സ്വാഭാവികമായിട്ടും ബാങ്കിൽ നിന്ന് ലോൺ കൊടുക്കണമെങ്കിൽ നിജസ്ഥിതി സർട്ടിഫിക്കറ്റും എല്ലാം പരിശോധിച്ച് കൊടുക്കാൻ സാധ്യത. അവിടെ നിയമപരമായി ആരെങ്കിലും ഭൂമി കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ താമസിക്കാൻ വേണ്ടിയുള്ള നിലപാടുകൾ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് കാണാൻ കഴിയുക, 25 വർഷക്കാലമായി താമസിക്കുന്ന മുളവള്ളി താമസിക്കുന്ന കുത്തനാവള്ളി ബിജു എന്ന് പറയുന്ന ഒരാളിനെ ഇന്നലെ കഴിഞ്ഞ 28-ാം തീയതി പോയി ഫോറസ്റ്റുകാർ അവരുടെ വീടും എല്ലാം പൊളിച്ചു കളഞ്ഞ് അവിടെ അവനെ കുടിയിറക്കിയിരിക്കുക. കുടിയിറക്കി ഗവൺമെൻറ് നയമല്ല. അങ്ങനെ ഗവൺമെൻറ്റോ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരോ നിലപാട് സ്വീകരിച്ചാൽ അതിനോടൊന്നും CPM-നെ അറിയിക്കുന്നു. പിന്നെ മതചിഹ്നങ്ങളെ ഉപയോഗിക്കുക, കുടിയിറക്കുക, മറ്റ് ഭൂമി കൈയിറക്കുക. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന അവിടെ 6 അടി ഉയരമുള്ള ഒരു കോൺക്രീറ്റ് കുരിശ് സ്ഥാപിച്ചു എന്നാണ്. 20 അടി. ഇപ്പോൾ 20 അടി ഉള്ളൊരു കുരിശ് സ്ഥാപിക്കണം എങ്ങനെയെങ്കിലും ഒരു ദിവസം കൊണ്ട് സ്ഥാപിക്കപ്പെടാൻ സാധ്യതയില്ല. അപ്പോൾ ഇത്തരം നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ നമ്മുടെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരും എവിടെയാ ഒരുത്തരം പറയണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് അവിടെ നടന്നിട്ടുള്ള ഈ കയ്യേറ്റങ്ങൾക്ക് റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ പൂർണ്ണമായ പിന്തുണയും സഹായവും. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഇതിനെല്ലാം കുടപിടിക്കുന്ന റവന്യൂ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ആ റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ മുഴുവനും അന്വേഷണ വിധേയമായി നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇപ്പോൾ ചൊക്കരമുടി കുടിയേറി, നിങ്ങളും പലരും ഞാനും എല്ലാം അവിടെ പോയല്ലോ. അവിടെ പറ പൊട്ടിച്ച് കല്ല് പൊട്ടിച്ച് മാറ്റി നല്ല സുന്ദരമായ ടാറിങ് റോഡുണ്ടാക്കി കയ്യേറ്റം നടന്നു. വാർത്ത വരുമ്പോൾ പിന്നെ ചെന്ന് കുടിയേറ്റം എടുത്ത് കുടിയിറക്കുന്നതിന് നല്ല കാര്യം. പുതിയ കയ്യേറ്റം ഉണ്ടാവാതിരിക്കാൻ ജാഗ്രതയുണ്ടാവും. വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യത്തെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എവിടെയെങ്കിലും ഒരു നിർമ്മാണ പ്രവർത്തനം ഉണ്ടെങ്കിൽ അത് നിലപാടെടുക്കും. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് ഇതാണ്. ഒരു കയ്യേറ്റക്കാരെ ഞങ്ങൾ സഹായിക്കുന്ന പ്രശ്നമില്ല. എന്നാൽ കയ്യേറ്റക്കാരൻ്റെ പേരിൽ നിരപരാധികളായ ആളുകളെ ഉപദ്രവിക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലേക്ക് റിപ്പോർട്ട് കൊടുക്കുക. ഇപ്പം എന്താ ഇവിടെ നടക്കണേ? കപട പരിസ്ഥിതിവാദികളും ഉദ്യോഗസ്ഥ ലോബിയും ഈ ജില്ലയിൽ അഴിഞ്ഞാടുക. ആ കഴിഞ്ഞാടുന്നവരാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലേക്ക് മുംബൈയിലേക്ക് ഇവരാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്. അവരാണ് അജണ്ട തീരുമാനം. അതുകൊണ്ട് അതിനെ തുറന്നു കാണിച്ചുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കും. ഞങ്ങൾ 15-ാം തീയതി അവിടെ CPM-ൻ്റെ നേതൃത്വം ആ പ്രദേശം സന്ദർശിക്കാൻ തീരുമാനിച്ചു. അതിനേക്കാളും വളരെ ഗൗരവമായി 3 വില്ലേജുകളിൽ നിർമ്മാണ നിരോധനം പ്രഖ്യാപിച്ചിരുന്നു. നിർമ്മാണ നിരോധനമല്ല, നിരോധാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. കല്ലും മണലും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അതിനർത്ഥം എന്താ? ലൈഫ് ഭവന പദ്ധതി ഈ മാർച്ച് 31 തീരേണ്ടതാണ്. റോഡ് നിർമ്മാണം ഈ മാർച്ച് 30 തീരേണ്ടതാണ്. അപ്പം അങ്ങനെയുള്ള നിർമ്മാണം നടത്തിക്കൊണ്ട് അതങ്ങേയറ്റം തെറ്റായ രീതിയാണ്. അതുകൊണ്ട് അവിടെ നിർമ്മാണ നിരോധനത്തിൻ്റെ അല്ലെങ്കിൽ നിരോധനാജ്ഞയല്ല പ്രഖ്യാപിക്കേണ്ടത്.
അതിൻ്റെ ഭാഗമായി ജനങ്ങളെ വലിയ ഭീതിയിലേക്ക് എത്തിക്കുക. ജില്ലാ ഭരണകൂടം വിവേകമില്ലാത്ത നിലപാട് സ്വീകരിച്ച് 144 പ്രഖ്യാപിച്ച് നിരോധാജ്ഞം പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ വലിയ ഭീതി ഉണ്ടാവും. ആ ഭീതിജനകമായൊരു അന്തരീക്ഷം ജില്ലയിൽ ഉണ്ടാക്കാനാണ്. അതിനെയൊക്കെ നല്ലതുപോലെ ജനങ്ങളെ അണിനിരത്തി ആ നടപടിയൊക്കെ ഞങ്ങൾ ജനകീയമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടും അത്തരമൊരു ഭീതിജനകമായ അന്തരീക്ഷം ഉണ്ടാക്കേണ്ടതുണ്ടോ എന്നും ബന്ധപ്പെട്ടവർ പരിശോധിക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഇത്തരം തീരുമാനം ഇതിൻ്റെ എല്ലാം പിന്നിൽ ഇത്തരം ഈ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ഇതിൻ്റെ എല്ലാ കൂട്ടുകാരിവരാണ്. ഇവരാണ് ഇത് ചെയ്യുന്നത്, ഇവരാണ് ഇതിൻ്റെ എല്ലാ ഉത്തരവാദി. അവരെന്നിട്ട് അവസാനം നിലപാട് സ്വീകരിക്കുക. ഒരു നിർമ്മിതി ആരംഭിക്കുമ്പോൾ അറിയാമല്ലോ, ഉദാഹരണമാണല്ലോ 20 അടി നീളമുള്ള ഒരു കുരിശ് സ്ഥാപിക്കുന്നിടം വരെയും ഒരു ദിവസം കൊണ്ടോ 2 ദിവസം ഉണ്ടാക്കിയിട്ടുള്ളതല്ല. അതേ നിലപാട്. പിന്നെ മതചിഹ്നങ്ങളെയൊന്നും ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരായിട്ടുള്ള സാമുദായിക ശക്തികളും നിലപാട് സ്വീകരിക്കണമെന്ന് പക്ഷേ എനിക്കുണ്ട്. കാരണം കുരിശ് അതുപോലെ തന്നെ വിഗ്രഹങ്ങൾ ആരാധനാലയങ്ങളെല്ലാം ഒരു വിശ്വാസത്തെ മതചിഹ്നങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. വരാൻ പാടില്ല തന്നെ ഞങ്ങളുടെ അഭിപ്രായം.